ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുകയാണെന്ന് SIT കോടതിയിൽ സംശയാസ്പദമായ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈയിലും ബെല്ലാരിയിലും അന്വേഷണം തുടരുകയാണെന്നും VSSയിലെ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും SIT കോടതിയെ അറിയിച്ചു. അതേസമയം സ്വാഭാവിക ജാമ്യം പ്രതിയുടെ അവകാശമാണെന്നും കേസിന്റെ വിശദാംശങ്ങൾ നോക്കിയല്ല ജാമ്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കുകയാണ്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ പോറ്റിക്ക് ജാമ്യം നൽകുമ്പോൾ അവിടെ SIT എടുത്ത നിലപാടാണോ ഇപ്പോൾ വ്യക്തമാകുന്നത്? ഈ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാനുള്ള സമയം ഇപ്പോൾ ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യം SIT മുന്നിൽ വെച്ചിരുന്നോ ഹരി? തീർച്ചയായിട്ടും SIT ഒരു റിപ്പോർട്ട്, വിശദമായ ഒരു റിപ്പോർട്ട് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ഈ സ്വാഭാവിക ജാമ്യമൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു വിശദമായ റിപ്പോർട്ടൊന്നും കൊടുക്കാറുള്ള ഒരു സാഹചര്യമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണം ഇതേവരെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ ചില സംശയാസ്പദമായ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി SIT വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് SIT പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ മറ്റു പ്രതികളുടെ പങ്കാളിത്തം കൂടി തിരിച്ചറിയുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഇനിയും അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് SIT കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിലൊന്ന് VSSയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. ആ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അന്തിമമായി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി SIT പറയുന്നു. രണ്ടാമത്തേത്, തൊണ്ടി മുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവുമായി SIT മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല, കർണാടകത്തിലെ ബെല്ലാരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും, അതായത് 118ാമത്തെ ദിവസമായിട്ട് പോലും SIT ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യ സമയം മുതൽക്ക് ഈ അന്വേഷണം ഏറ്റെടുത്ത ആദ്യ ആഴ്ച മുതൽക്കാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ ആ അന്വേഷണം ഇപ്പോഴും തുടരുന്നു. തൊണ്ടി മുതൽ ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഗോവർദ്ധന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. ആ ഗോവർദ്ധന്റെ ജ്വല്ലറി സ്ഥിതി ചെയ്യുന്ന കർണാടകത്തിലെ ബെല്ലാരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അതും ഇപ്പോൾ തുടരുകയാണ്. തൊണ്ടി മുതൽ കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം അതൊരു അന്തിമഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് കൂടിയാണ് SIT കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ SIT മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വാദങ്ങളും കോടതി ഈ സ്വാഭാവിക ജാമ്യം പരിഗണിക്കുമ്പോൾ തള്ളിക്കളയുകയാണ്. അതൊരു മെറിറ്റിന്റെ ഭാഗമാണ്. സ്വാഭാവിക ജാമ്യം പരിഗണിക്കുമ്പോൾ ആ മെറിറ്റ് പരിഗണിക്കില്ല എന്നുള്ളത് കൂടിയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.